എന്ന എൻ്റെ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഹലോ കൂട്ടുകാരെ, മനസ്സെങ്ങനെയുണ്ട്? നല്ല മൂഡാണോ അതോ നല്ല മൈൻഡ് സെറ്റിലാണോ നിൽക്കുന്നത്? അപ്പോൾ നമുക്കിന്ന് ചിന്തിക്കാം, മൂഡും മൈൻഡ് സെറ്റും എന്താണെന്ന്. മൂഡെന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്, കാലാവസ്ഥ പോലാണ്. കാലാവസ്ഥയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. പെട്ടെന്ന് മഴ വരും, അത് കഴിഞ്ഞ് അല്പനേരം കഴിഞ്ഞ് നമ്മൾ കാണാം, ഭയങ്കര ചൂട് അല്ലേ, വെയിൽ. അങ്ങനെ താൽക്കാലികമായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് മൂഡെന്ന് പറയുന്നത്. എന്നാൽ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതിയാണ്. അത് നമ്മുടെ ജീവിതത്തോടുള്ള സമീപനമാണ്. ആ സമീപനം നമ്മുടെ മനസ്സിൽ ബോധപൂർവം നാം തന്നെ ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. നമ്മൾ മൂഡ് ഔട്ട് മാറ്റാതെ തന്നെ മൈൻഡ് സെറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള വ്യത്യാസം ഒന്ന് നമുക്ക് നോക്കാം. മൂഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ താൽക്കാലികം, പക്ഷേ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായതാണ്. മൂഡ് ഓഫ് ആകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടി നമ്മൾ പാട്ട് കേൾക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെട്ട മൂവി കാണും, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കും, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകും. അങ്ങനെയൊക്കെ നമ്മുടെ മൂഡ് മാറ്റും നമ്മൾ, അല്ലേ? പക്ഷേ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു ആവശ്യമില്ല. നമ്മൾ നമ്മുടെ മനസ്സിൽ നല്ല ഒരു ചിന്താഗതി വളർത്തിയെടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു മൂഡ് ഔട്ടിൻ്റെ മൂഡ് ഓഫിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ നല്ല മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കുന്നവർ ഏത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയിൽ നിന്ന് അവർ പഠിക്കും, എന്നിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സഹായിക്കും അവർക്ക്. എന്നാൽ മൂഡിൻ്റെ പുറകെ പോകുന്നവർ സാഹചര്യത്തിന് അടിമയാണ്. ഉദാഹരണം, നമ്മൾക്ക് ജിമ്മിൽ പോകണം എന്നിരിക്കട്ടെ. എന്നാൽ ജിമ്മിൽ പോകണ്ടയോ എന്നുള്ള മൂഡ് മാറ്റുകയാണെങ്കിൽ നമ്മളൊരു സംശയത്തിൻ്റെ നിഴലിലാണ്. എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചിന്താഗതി, എൻ്റെ ആരോഗ്യത്തിന് എനിക്ക് ജിമ്മിൽ പോകണം എന്നുള്ള ഒരു ചിന്താഗതി ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ജിമ്മിൽ പോയിരിക്കും. അതാണ് മൂഡും മൈൻഡ് സെറ്റും തമ്മിലുള്ള വ്യത്യാസം. ഉദാഹരണമായി, നമ്മൾ മഹൽ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാൽ പല കാര്യങ്ങളും നമുക്ക് കാണാം. എബ്രഹാം ലിങ്കൺ, അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി എഴുതിയത് മൈക്കിൾ ബെർലോഗ് എന്നാണ്, എ ലൈഫ് എന്ന പുസ്തകത്തിൽ. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളൊക്കെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ബുദ്ധിമുട്ടുകളുടെ നാളുകളിൽ എല്ലാം അതിജീവിച്ച് എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു മാനസിക ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോയി പഠിച്ചു. പിന്നീട് ബിസിനസ് ചെയ്തു, പല പ്രാവശ്യം ഇലക്ഷനിൽ നിന്ന് തോറ്റു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി മാറ്റിയില്ല. മൈൻഡ് സെറ്റ് വിജയത്തിലേക്ക് വരണം എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് നമുക്ക് പ്രചോദനം ആണ്. ഐ വിൽ പ്രിപ്പയർ, സം ഡേ മൈ ചാൻസ് വിൽ കം. ഞാനിങ്ങനെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കും, ഒരിക്കൽ എൻ്റെ ചാൻസ് അല്ലെങ്കിൽ എൻ്റെ അവസരം വരും എന്ന്. അദ്ദേഹം ഒടുവിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായി. അതുപോലെ നെൽസൺ
മെൻഡോള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം തന്നെ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഓട്ടോബയോഗ്രഫി, കോൺവെർസേഷൻ വിത്ത് മൈസെൽഫ് എന്ന ബുക്കിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, 27 വർഷം ജയിലിൽ കിടന്നപ്പോൾ നിരാശയോ സങ്കടമോ ഒന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് സ്വാതന്ത്ര്യത്തിനും സമാധാനത്തിനും വേണ്ടി പോരാടുക എന്നായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആകുവാൻ കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ നല്ല ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഓരോരുത്തരും വളർത്തിയെടുക്കണം. മൂഡ് ഓഫിനോട് ബൈ ബൈ പറയണം. മൂടെന്നൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കരുത്. നല്ലൊരു മൈൻഡ് സെറ്റുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തുവാൻ കഴിയും. ഇങ്ങനെയുള്ള പോസിറ്റീവ് വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ മൈൻഡ് വൈബ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.